മലയാളത്തിൻ്റെ മണവും ഗുണവുമുള്ള ഗാനങ്ങൾ നമുക്ക് ആദ്യമായി സമ്മാനിച്ചത് നീലക്കുയിൽ എന്ന ചിത്രത്തിലൂടെ രാഘവൻ മാസ്റ്ററാണ്. നീലക്കുയിലിൻ്റെ റെക്കോർഡിംഗ് അർദ്ധരാത്രി വരെ നീണ്ടുപോയിരുന്ന കഥകളെല്ലാം രാഘവൻ മാസ്റ്റർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിലെ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തത് അന്നത്തെ പ്രശസ്ത റെക്കോർഡിസ്റ്റായ കൃഷ്ണയ്യരായിരുന്നു. ഇതിലെ ഓരോ ഗാനങ്ങളും ആ ഗാനത്തിന് യോജിച്ച ഗായകരെ കൊണ്ടായിരുന്നു അദ്ദേഹം ആലപിപ്പിച്ചത്. പ്രത്യേകിച്ചും എങ്ങനെ നീ മറക്കും എന്ന ഗാനം വന്നപ്പോൾ മലബാർ സൈകൾ എന്നറിയപ്പെട്ടിരുന്ന കോഴിക്കോട് അബ്ദുൽ ഖാദറിനെ മനസ്സിൽ വെച്ചായിരുന്നു അത്രേ രാഘവൻ മാസ്റ്റർ അങ്ങനെ ഒരു ട്യൂൺ രൂപപ്പെടുത്തിയെടുത്തത്. മലയാളത്തിൽ ആദ്യ ഗസൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന, നമുക്കൊരിക്കലും മറക്കാനാവാത്ത എങ്ങനെ നീ മറക്കും കുയിലേ എങ്ങനെ നീ മറക്കും എങ്ങനെ ചോട്ടിൽ നിന്നെ മറന്നു കളിച്ചോരു കാലം നക്ഷത്ര കണ്ണുള്ള മാണിക്യ പൈങ്കിളി മേലോട്ടു നിന്നെ വിളിച്ചോരു കാലം കിനാവിൻ്റെ മാമ്പൂം തിന്ന് ഓരോരോ മോഹത്തിൻ തേൻ പഴം തന്ന് ഓടിക്കളിച്ചതും പാടിപ്പറന്നതും ഒന്നായി കണ്ണീരിൽ നീന്തി കുളിച്ചതും എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ എങ്ങനെ നീ മറക്കും പച്ച പാവാടയിട്ടപ്പോ പാവം നീ എത്ര മേലോട്ടു പൊന്തി എന്തൊരു ദാഹം എന്തൊരു മോഹം എന്തൊരു തീരാത്ത ശോകം എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ എങ്ങനെ നീ മറക്കും. പി സുശീല എന്ന ഗായിക ഒരു വിസ്മയമാണ്. ഇത്രയും വ്യത്യസ്തതയുള്ള ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഒരു ഗായിക ഇന്ത്യൻ സിനിമാ സംഗീത ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ചും തമിഴിൽ സുശീലാമ്മയുടെ പ്രൊനൗൺസിയേഷനെ വെല്ലാൻ ഇതുവരെ ഒരു ഗായിക ഉണ്ടായിട്ടില്ല. തെലുങ്കാണ് മാതൃഭാഷയെങ്കിലും തമിഴന്മാർക്ക് പോലും സാധിക്കാത്ത രീതിയിലുള്ള തമിഴ് ഉച്ചാരണമാണ് സുശീലാമ്മ നടത്തിയിട്ടുള്ളത്. തമിഴ് വിദ്വാൻമാർ പറയാറുണ്ട്,
നല്ല തമിഴ് ഉച്ചാരണം എന്താണെന്ന് അറിയണമെങ്കിൽ പി സുശീലയുടെ തമിഴ് ഉച്ചാരണം കേൾക്കണമെന്ന്. 1965 പുറത്തിറങ്ങിയ പഞ്ചവർണ്ണക്കിളി എന്ന ചിത്രത്തിൽ തമിഴുക്കും അമുതെன்ற പേർ, കണ്ണൻ വരുവാൻ തുടങ്ങിയ മനോഹര ഗാനങ്ങൾക്കൊപ്പം മറ്റൊരു മുത്തുകൂടിയുണ്ട്, അഴകൻ മുരുകനിടം ആസൈ വൈത്തേൻ. ഇതിലെ മൃഗകൾ എത്ര അനായാസമായാണ് സുശീലാമ്മ കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. கண்ணிரண்டு கண்